നമസ്കാരം. ഞാൻ ഈ ആൻസിലോ അലങ്കാർ ബുട്ടിക്കിൽ നിന്നും അലങ്കാർ ബുട്ടിക്ക് തൃശ്ശൂർ നെല്ലിക്കുന്നു അതുപോലെ തന്നെ മാളയിലും ആട്ടോ ഉള്ളത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലുള്ള സാരീസിന്റെ കളക്ഷൻസ് ആട്ടോ. നമ്മളിപ്പോൾ കുറച്ച് നാളുകളായി സൽവാർ മെറ്റീരിയൽസ്, കുർത്തി, ടോപ്പ് ബോട്ടം സെറ്റ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഒക്കെ ആയിട്ട് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് ആണ്. അപ്പൊ സാരീസ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പ്രിന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ പ്ലെയിൻ ഒന്നും വേണ്ട, സെമി ടസർ വേണ്ട, സെമി സിൽക്കിൽ എന്തെങ്കിലും ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ളതൊക്കെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആണ് ഈ ഒരു സീക്വൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. അതിന് മുൻപായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വേഗം തന്നെ ഇന്നത്തെ സാരീസ് കാണാം. സെമി സിൽക്ക് സാരീസിലെ ഫസ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാട്ടോ, ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള സാരിയാണ്. ബേസ് കളർ വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ഫ്ലോറൽ പ്രിന്റഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. മൾട്ടി ഷെയ്ഡ് ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. താഴത്തെ ബോർഡർ ഇതുപോലത്തെ ഒരു ഗോൾഡൻ വീവിംഗ് ആയിട്ടുള്ള ത്രെഡ് ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഇനി മുകളിലത്തെ ബോർഡർ കുറച്ചും കൂടെ വീതി കുറഞ്ഞ ഗോൾഡൻ ത്രെഡ് വീവിംഗ് ആയിട്ടുള്ള ബോർഡർ ആട്ടോ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ആട്ടോ. ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലുള്ളതാണെന്നൊന്നും പറയില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ബ്ലൗസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഷെയ്ഡിലേക്കാണ്. ഒരു എല്ലാ കളറും കൂടെ മിക്സപ്പ് ആയതുകൊണ്ട് ഇതിന്റെ ഈ ഒരു ബോർഡറിലുള്ള ഒരു ഷെയ്ഡിലേക്കാണ് പല്ലു ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ്. ഒരു സൈഡിൽ ചെറിയ ബോർഡറും ഒരു സൈഡിൽ വീതിയുള്ള ബോർഡറും. അപ്പൊ നമുക്ക് വീതിയുള്ള ബോർഡർ ആണ് താല്പര്യമെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ബോർഡർ ആണെങ്കിൽ അതും എടുക്കാം കേട്ടോ. നല്ല ഈസി ടു ഹാൻഡിൽ ആയിട്ടുള്ള സാരിയാണ്. അങ്ങനെ ട്രാൻസ്പെറൻസ്, സ്ലൈറ്റ്ലി ട്രാൻസ്പെറൻസ്, സെയിം ബ്ലൗസ് ഇട്ട് പെയർ ചെയ്തൊന്നും അറിയത്തൊന്നുമില്ല. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാരി ആട്ടോ. നല്ലോണം ഒതുങ്ങുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് ഇത് വരുന്നത്. അതും പറഞ്ഞ് വല്ലാണ്ട് ഷിഫോൺ ജോർജറ്റ് പോലെ കിടക്കത്തില്ല, പക്ഷെ വല്ലാണ്ട് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ടൈപ്പ് ഓഫ് സാരിയും അല്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ടായാലും ഒരു സെമി ഫംഗ്ഷൻ വെയർ ആയിട്ടായാലും കൊടുത്തു പോകാൻ പറ്റിയ സാരീസ് ആണ്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 925. സെമി സിൽക്ക് സാരീസിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, നല്ല ഒരു ഡാർക്ക് ഗ്രീൻ, നല്ല കരിമ്പച്ച ഷെയ്ഡിലേക്ക് ആട്ടോ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. കോമ്പിനേഷൻസ് മൾട്ടി ഷെയ്ഡഡ് കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിന് ബോർഡർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗോൾഡൻ ത്രെഡ് വീവിംഗ് ആയിട്ടുള്ള ഒരു ബോർഡറും പിന്നെ ഒരു സെറി ബോർഡറും വന്നിട്ടുണ്ട്. മുകളിലത്തെ ബോർഡർ ചെറിയൊരു ബോർഡറാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് പല്ലുവാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബോർഡേഴ്സിന്റെ സെയിം കളറിലേക്ക് തന്നെയായിട്ടുള്ള ലൈറ്റ് ഗ്രീൻ കളറിലെ ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് വിത്ത് ബോർഡേഴ്സ് ആയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സാരിയാണ്. പ്രൈസിംഗ് വരുന്നത് 925. സെമി സിൽക്ക് സാരീസിലെ പ്രിന്റഡ് സെമി സിൽക്ക് സാരീസിലെ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ഒരു ഗ്രേ കൂടിയ ബ്ലൂയിഷ് ഗ്രേ ഷെയ്ഡിലേക്കാണ് ബേസ് കളർ വന്നിരിക്കുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ പ്രിന്റുകളാണ്, ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. കോമ്പിനേഷൻ സൈഡ് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് സെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ത്രെഡ് വീവിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുകളിലത്തെ ബോർഡർ ചെറിയ വീതിയുള്ള ബോർഡർ ആണ്. പല്ലു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ബ്ലൗസ് പീസ് വരെ ഈ ബോർഡേഴ്സിന്റെ സെയിം ഷെയ്ഡിലേക്ക് തന്നെയുള്ള ബ്ലൗസ് പീസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് കൊടുത്തു പോവാം. പ്രൈസിംഗ് വരുന്നത് 925. സിൽക്ക് സാരീസിൽ നെക്സ്റ്റ് ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഇതിന്റെ കളേഴ്സ് എല്ലാം നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആട്ടോ. നല്ല ഡാർക്ക് ബ്ലൂ, ഇങ്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ ഫ്ലോറൽ പ്രിന്റുകളായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു ബോർഡർ ഇതുപോലെ കുറച്ചും കൂടി വീതി ഉള്ള ബോർഡർ ആണ് വന്നിരിക്കുന്നത്. മുകളിലത്തെ ബോർഡർ വീതി കുറഞ്ഞു, അല്ലാണ്ട് വീതിയുള്ള ബോർഡർ ഒന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത്. ഇനി ഇതിന്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, പല്ലുവിലെ പ്രിന്റുകളൊക്കെ സാധാരണ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലെ സാരീസിന്റെ പ്രിന്റുകളാകുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവാറില്ല കാണുമ്പോൾ. പക്ഷെ ഇത് നല്ല രസമുള്ള ഒരു പ്രിന്റ് ആട്ടോ ഇതിന്റെ പല്ലുവിൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ബോർഡർ കളറിലേക്കാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. പ്രൈസിംഗ് വരുന്നത് 925. സെമി സിൽക്ക് സാരീസിലെ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് സാരീസ് വരുന്നത് ഇങ്ങനെയാട്ടോ. സെമി സിൽക്ക് ആണ് ബേസ് ഫാബ്രിക് വരുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു സ്പെസിഫിക് ആയിട്ട് എന്ത് ടൈപ്പ് ഓഫ് പ്രിന്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇതാണ് അതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത്. ഇതിന്റെ താഴെ പോർഷനിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ബ്ലാക്കിഷ് ഗ്രേയിഷ് ബ്ലാക്ക് എന്ന് നമ്മൾ പറയത്തില്ലേ, ആ ഒരു ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ത്രെഡ് വീവിംഗ് ആണ് മൊത്തം പോയിരിക്കുന്നത് കേട്ടോ. ഒരു ആന്റിക്കും അതുപോലെ തന്നെ സിൽവർ മിക്സ് ആയിട്ടുള്ള ത്രെഡ് വീവിംഗ് ആണ് ഇതിന്റെ ബോർഡേഴ്സിലേക്ക് പോയിരിക്കുന്നത്. മുകളിലത്തെ ബോർഡേഴ്സ് എന്ന് പറയുന്നത് നല്ലോണം വീതി കുറഞ്ഞ ബോർഡേഴ്സ് ആണ്. അതും ത്രെഡ് വീവിംഗ്സ് തന്നെയാണ് മുകളിലത്തെ ബോർഡേഴ്സിലേക്ക് പോയിരിക്കുന്നത്. പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ചെറിയ പല്ലു ആട്ടോ ഇതിന്റെ. പല്ലു
പ്രിന്റ്സ് ഇങ്ങനെയാണ്, ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരെ ഇതിന് ഈവൺ ഒരു നമ്മൾ പ്ലെയിൻ ബ്ലൗസ് പീസ് ഇട്ടാലും ഭംഗി ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ ബ്ലൗസ് പീസ് പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത്, അതിട്ടാലും രസം ഉണ്ടാവും കാണാനായിട്ട്. ഇങ്ങനെയാണ് ഈ സാരിയുടെ ഒക്കെ. ഇതൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് ഉടുത്ത് പോവാം, പെട്ടെന്ന് ഉടുത്തൊക്കെ പോവാൻ നേരം അങ്ങനെ തേക്കൊന്നും വേണ്ട, നല്ല സുഖമായിട്ട് ഇട്ട് പോവാൻ പറ്റിയ ടൈപ്പ് ഓഫ് എന്താ പറയാ സാരീസ് ആണ്. നമുക്ക് അങ്ങനെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം, അങ്ങനെ പെട്ടെന്ന് ഒന്നും കേടാവാത്ത ടൈപ്പ് ഓഫ് സാരീസ് ആണ് കേട്ടോ അത് വരുന്നത്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1250. സെമി സിൽക്ക് സാരീസിൽ നെക്സ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ഓൾ ഓവർ പ്രിന്റുകൾ എല്ലാം സെയിം തന്നെയാണ്, ബോർഡർ ഷെയ്ഡ്സ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് നല്ല കരിഞ്ഞ മെറൂൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്, നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്കാണ്. ഡിസ്ക്രിപ്ഷൻസ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. മുകളിലേക്കുള്ള ബോർഡേഴ്സ് കുറച്ചും കൂടെ വീതി കുറഞ്ഞ ബോർഡർ ആണ്, പിന്നെ ഒരു മെറൂൺ ടിഞ്ചിലേക്കാണ് കുറച്ച് ഭാഗം കൂടെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പല്ലു പോർഷൻ എന്ന് പറയുന്നത് പല്ലു ചെറിയ പല്ലുവാണ്, മാംഗോ ഡിസൈനിലാണ് പല്ലു വന്നിരിക്കുന്നത്, ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസിന്റെ പ്രിന്റ് വരാം ഇങ്ങനെയാണ്, ബ്ലൗസ് പീസിന്റെ പ്രിന്റ് വരാം വിത്ത് ബോർഡേഴ്സ് ആയിട്ട്. ചെറിയ ബോർഡർ ഉണ്ട്, വലിയ ബോർഡർ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഇട്ട് പോവാം. അടക്കി വെക്കാനായാലും 1 ലെയർ ഇടാനായാലും നല്ല രസമുള്ള സാരീസ് ആണ്. തീരെ ട്രാൻസ്പെറന്റ് അല്ല കേട്ടോ ഈ സാരീസ് ഒന്നും, നല്ല രസമായിട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റിയ സാരീസ് ആണ്. പ്രൈസിംഗ് വരുന്നത് 1250 ആണ്. സെമി സിൽക്ക് സാരീസിൽ നെക്സ്റ്റ് ഒരു സാരി വരുന്നത് ഇങ്ങനെയാണ്, സെയിം ഡിസ്ക്രിപ്ഷൻസ് തന്നെയാണ്, ബോർഡർ ഷെയ്ഡിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സ് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, ത്രെഡ് വീവിങ്സ് ഉള്ള ബോർഡേഴ്സ് ആണ്. മുകളിലത്തെ ബോർഡർ ചെറുതും താഴത്തെ ബോർഡർ കുറച്ചും കൂടെ വീതിയുള്ള ബോർഡർ ആണ് വന്നിരിക്കുന്നത്. വീതിയുള്ള ബോർഡർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 2 to 3 ഇഞ്ചസ് മാക്സിമം, അങ്ങ് അത്രയേ ഉള്ളൂ കേട്ടോ, വല്ലാണ്ട് കൂടുതൽ വീതിയുള്ള ബോർഡേഴ്സ് ഒന്നും അല്ല. പിന്നെ ഇതിന്റെ പല്ലു പോർഷൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ മാംഗോ ചെറിയ പല്ലുവാണ്, ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു ഡിസൈൻ ആണ് ബ്ലൗസ് പീസിലേക്ക് വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ട് നമുക്ക് ഉടുത്തു പോവാം, പെട്ടെന്നൊക്കെ നമുക്ക് ഉടുത്തു പോവാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഉടുത്തു പോകാൻ പറ്റിയ സാരീസ് ആണ്. ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 1250. സെമി സിൽക്ക് സാരീസിൽ നെക്സ്റ്റ് ഒരു സാരി വന്നിരിക്കുന്നത് എങ്ങനെയാണ്, കളർ കോമ്പിനേഷൻ ബ്ലൂവിലേക്കാട്ടോ വന്നിരിക്കുന്നത്, നല്ല ഇങ്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. ബോഡി ഡിസ്ക്രിപ്ഷൻസ് എല്ലാം സെയിം തന്നെയാണ്, ബോർഡേഴ്സിന്റെ ഷെയ്ഡിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. താഴത്തെ ബോർഡർ വലുതും മുകളിലത്തെ ബോർഡർ കുറച്ചും കൂടി വീതി കുറഞ്ഞ ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇതെല്ലാം സെയിം ഡിസ്ക്രിപ്ഷൻസ് തന്നെയാണ് കേട്ടോ. ബോർഡറിന്റെ ഷെയ്ഡിലും അതുപോലെ തന്നെ ടാസൽസിന്റെ ഷെയ്ഡ്സിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ഡിസൈൻ പാറ്റേണിലാണ്. എന്താ പറയാ, ബോർഡേഴ്സ് നമുക്ക് ബ്ലൗസ് പീസിന്റെ ബോർഡേഴ്സ് നമുക്ക് വീതിയുള്ള ബോർഡർ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, വീതി ഇല്ലാത്ത ബോർഡർ വേണമെങ്കിൽ അത് അങ്ങനെ വെക്കാം, നമ്മുടെ ഇഷ്ടമാണ്. ഈവൻ ഇതിന് ഒരു പ്ലെയിൻ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്താലും നല്ല രസമായിരിക്കും. ആ ബോർഡേഴ്സ് മാത്രം വെച്ചിട്ട് പ്ലെയിൻ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്താലും നല്ല ഒരു ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും ഈ സാരിക്ക് വരുന്നുണ്ടാവുക. ഇതിന്റെ പ്രൈസ് റേഞ്ചിങ് വരുന്നത് 1250. ഇന്നത്തെ നമ്മുടെ എല്ലാ സാരീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മൾ താഴെയുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. കൂടുതൽ ഗൈഡൻസും ഡീറ്റെയിൽസും വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനിയും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസുമായി വീട്ടിൽ കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. താങ്ക് യു സോ മച്ച്.